ലൈവില് ജിസേലും ബിന്നിയും ആര്യനും തമ്മിൽ പൊരിഞ്ഞടി. ജിസേലാണ് അടുക്കളയിൽ നിന്നിട്ട് എന്തൊക്കെയോ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ബിന്നി അങ്ങോട്ട് വരുന്നു. ബിന്നി കിച്ചൺ ടീമിലുള്ളതാണ്. അപ്പോൾ ബിന്നി പറയുന്നു, നിങ്ങൾ കുക്ക് ചെയ്ത സ്ഥലമൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കാനെന്ന്. ജിസേൽ പറയുന്നു, ഇപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല, കഴിച്ച് കഴിഞ്ഞിട്ടേ ക്ലീൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ബിന്നി പറയുന്നു, പറ്റത്തില്ല, എല്ലാവർക്കും ഇവിടെ ഫുഡ് വിളമ്പി കൊടുക്കേണ്ടതാണ്, അപ്പോൾ ആ സ്ഥലമൊക്കെ ക്ലീൻ ചെയ്തിട്ടേ പറ്റൂ എന്ന് പറയുന്നു. ജിസേൽ സമ്മതിക്കുന്നില്ല. അപ്പോൾ ജിസേലിന് പകരം ആര്യൻ വന്നിട്ട് അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബിന്നി ആര്യനെ ജിസേലിൻ്റെ ഹെൽപ്പർ എന്ന് വിളിക്കുന്നു. അതിൽ ജിസേൽ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നു. നിനക്കതിനെ ഇവിടെ ആരും നിന്നെ സഹായിക്കാനില്ലല്ലോ, നിനക്കൊരു ഫ്രണ്ട് പോലും ഇല്ലല്ലോ, നീ എല്ലാവരെയും നോമിനേറ്റ് ചെയ്യില്ലേ. ഇതിനിടയ്ക്ക് ആര്യൻ വന്നിട്ട് ബിന്നീൻ്റെ ഹസ്ബൻഡിനെ പറയുന്നു, നിന്റെ ഭർത്താവും ഫേക്കാണ് എന്ന്. അതിവിടെ പറയേണ്ട ആവശ്യം എന്താണ്? ഈ ആര്യൻ ഓരോ ദിവസം ചെല്ലുന്തോറും വെറുപ്പിക്കലിൻ്റെ അങ്ങേ അറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും 3 പേരും കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. അതിൽ ബിന്നി പറയുന്നു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അതായത് ഈ ജിസേലിനും ആര്യനും വേണ്ടിയിട്ടുള്ള ഫുഡ് എന്താണ് അവിടെ നിന്ന് ഉണ്ടാക്കിയത്. ബിന്നി പറയുന്നു, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള പ്രവീണിനോട് പറയുന്നു. അപ്പോൾ ജിസേൽ പറയുന്നു, പറ്റത്തില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിസേൽ അവിടെ തന്നെ നിൽക്കുന്നു. ഏതായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വഴക്കായിരുന്നു ലൈവിൽ.